ഇത് ഞങ്ങളുടെ നാടിനടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ്. കോഴിക്കോടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, എങ്കിലും പറയുക, കരുനാഗപ്പള്ളിയിലൊരു കോഴിക്കോടുണ്ട്. ആ കോഴിക്കോട് ഗ്രാമപ്രദേശമാണിത്. പിന്നെ അവിടെയൊക്കെ മറ്റൊരു ഇങ്ങനെ കുഞ്ഞൊരു സാധനം ഉണ്ട്, അത് ഇപ്പോഴും ഇങ്ങനെ വീഡിയോ കാണിച്ചു തരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ആദ്യമായിട്ടാണ് കേട്ടോ യൂട്യൂബിന് വേണ്ടിയുള്ള ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് അധികം അങ്ങനെ സംസാരിക്കാനൊന്നും അറിയത്തില്ല, ചെറിയൊരു ചമ്മലോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇത് അമ്പലം ഞാൻ പറഞ്ഞില്ലേ, വെമ്പ്ളകാവ്. ഈ ടെമ്പിളിൻ്റെ നെയിമാണ് വെമ്പ്ളകാവ്. ആർക്കെങ്കിലും ഈ പേരൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു. വെമ്പ്ളകാവ്. ഞങ്ങളുടെ വീട് ഇതേ അവിടെ അടുത്ത് കാണുന്നതാണ് വീട്. അപ്പം ഈ വീട്ടിലേക്ക് വരാൻ ചിലരെടുത്ത് വഴി പറയുമ്പം അവർ വെമ്പ്ളകാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ വഞ്ചിയിരിക്കുന്നതിൻ്റെ അടുത്താണ് വീടെന്നൊക്കെ ഞാൻ പറയുമ്പം ഏതമ്പലമാണെന്നൊരു 4 വട്ടം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പെട്ടെന്ന് ആർക്കും അത് മനസ്സിലാവത്തില്ല. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ യാതൊരുവിധ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ച് കുറേ വിവാഹങ്ങളൊക്കെ, അതായത് കല്യാണങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടത്താറുള്ളത്. അപ്പം അമ്പലത്തിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ സൈഡ് വെച്ചാണ് സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു ഓഡിറ്റോറിയം ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ ബ്യൂട്ടി ആയിട്ടുള്ളൊരു സാധനം കൂടി ഉണ്ട് ഇവിടെ, അത് കാണിച്ചു തരാം. സംഭവം ഇതാ, കുളത്തിൽ നല്ല മീനുണ്ട്. ഇതിനകത്ത് കാണാൻ കഴിയുമെന്നറിയില്ല, പായൽ പിടിച്ച് കിടക്കുക ഇപ്പം. എൻ്റെ ഇന്നു മോളെ ഒരു കാര്യം കൂടി, വെയിറ്റ്. ഇതെല്ലാം അമ്പലത്തിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. തൊട്ടികെട്ടൽ, ഇത് തൊട്ടികെട്ടൽ ചടങ്ങ്. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു നേർച്ചയിൽ ഇവിടെ വന്ന് തൊട്ടികെട്ടുന്നതാണ്. എല്ലായിടവും കാണുമെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ കുറേ ആളുകൾ ഈ ഒരു നേർച്ച ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഇത് ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായത്. അവിടെ എന്താ, തോടോ? ഇവിടെ ഈ നാട്ടിൻപുറത്ത് പറയുന്നത് ഇത് കണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്, വയല് കണ്ടോ എന്നൊക്കെ പറയില്ല. ഇവിടെ കണ്ടോ എന്ന് എല്ലാവരും പറയുന്നത്. അവിടെ ഒരാൾ നിൽപ്പുണ്ട്, സ്പെഷ്യൽ ഗസ്റ്റാ. കാണിക്കാം, ഓഡിറ്റോറിയത്തിൻ്റെ കാപ്പി കാട്ടി. ഓക്കെ, അതൊക്കെ അലോഡല്ല ഇവിടെ നിന്ന്. ആ കുറ്റിയിട്ടങ്ങനെ കൈ നോക്കിക്കും. ബാ, അടുത്ത ഇന്നൂന് എന്തോ കാട്ടാനുണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് കാണട്ടെ. അല്ല, റോഡിന്റെ പണിക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. റോഡ് മൊത്തം കുത്തിപ്പൊളിച്ച് 18.5 ലക്ഷം രൂപ എന്തോ അനുവദിച്ച് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത്. 18 സോറി, അതിൻ്റെ എമൗണ്ട് അവിടെ ഫ്ലെക്സ് ബോർഡിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ആണെന്നേ, നാട്ടുകാരെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുക. മഞ്ചാടി ആ പാട്ടൊന്ന് പാടിയേ. ഒരു പാട്ടുണ്ടല്ലോ, അങ്ങനെ എന്തോ.
ഇതാണോ ചെറിയ മരം? അതുകൊണ്ട് ഇതോ മേലോട്ട് നോക്കിയാ മൊത്തം ഇങ്ങനെ പിടിച്ചിരിക്കും. നമുക്ക് തിരിച്ച് ഈ ഒരു പോവാം. ഇവിടെ ഇവിടെയാ മഞ്ചാടി കിടക്കുന്നത്. കൊറേ ചതഞ്ഞതുണ്ട്. അല്ലാത്ത മഞ്ചാടി ആവശ്യമുള്ളവരിങ്ങി പോരെ. ലൊക്കേഷനൊക്കെ വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഇവിടെ മഞ്ചാടി കൊണ്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ അടിപൊളി. വേറെ ഒരു സംഭവം കൂടി കാട്ടിത്തരാം. ഇതാണ് ആട്ടല്ല പ്ലീസ്. ഇതുണ്ടോ ഇങ്ങനെ വെള്ളം ഇതുണ്ടോ